my children, welcome to my channel LK Star Maths class. ഇന്ന് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ള 5th ചാപ്റ്ററിലെ എക്സസൈസ് 5.2-ലെ 8th 9th ഒക്കെ ആട്ടോ ചെയ്യാൻ പോകുന്നത്. സോ 8th വൺ നമുക്ക് നോക്കാം. ആൻഡ് എ പി കൺസിസ്റ്റ് ഓഫ് 50 ടേംസ്. കണ്ടോ, ഒരു എ പിയിൽ 50 ടേംസ് ഉണ്ട്. ഓഫ് വിച്ച് തേർഡ് ടേം ഈസ് 12. കണ്ടോ, അപ്പോൾ 50 ടേംസ് ഉണ്ട്. ഇതുപോലെ 50 ടേംസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. അതിൽ തേർഡ് ടേം എത്രയാണ്? 12 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ടേം ഈസ് 106. ഏറ്റവും അവസാനത്തെ ടേം എത്രയാണ്? 106 ആണ്. അപ്പോൾ ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആകെ എത്രയുള്ളത്? 50 ടേംസ് ആണല്ലോ ഉള്ളത്. സോ ലാസ്റ്റ് ടേം മീൻസ് 50th ടേം ആണ് ഈ 106. അപ്പോൾ ഇത് നമുക്ക് ക്ലൂ തന്നുകൊണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ 29th ടേം. ഈ കൂട്ടത്തിൽ 50 ടേംസ് ആക്ച്വലി ഉണ്ട്. അതിനകത്ത് 29th ടേം എത്രയാണെന്നാണ് കണ്ടെത്താൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. നമ്മൾ പഠിച്ച പ്രകാരം നമ്മൾ nth ടേം കാണാനുള്ള ഫോർമുല എന്താണ്? an = a + n - 1 × t, റൈറ്റ്? അപ്പോൾ നമുക്കിവിടെ എന്താ? an ഞാനിവിടെ എഴുതിച്ചിട്ടുണ്ട് അല്ലേ? an മീൻസ് എന്താണ്? a3. ആ a3 ആണല്ലോ നമുക്കിവിടെ തന്നിട്ടുള്ള 12 എന്ന് പറയുന്നത്. അതായത് തേർഡ് ടേം ഏതാണ്? 12. അപ്പോൾ a3 എന്ന് പറഞ്ഞാൽ a മീനിങ് എന്താണ്? ഈ 12 ആണ്. അതായത് മൂന്നാം ടേം 12 ആണ്. സോ a3 = 12 എന്ന് നമുക്ക് എഴുതാം. ഈ a3നെ നമ്മൾ എങ്ങനെയായിരിക്കും എടുക്കുക എന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ആ nth ഉണ്ടോ? an = a + n - 1 × d ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഉണ്ടോ, a + n - 1 × d = 12. ഇനിയോ a + n എന്ന് പറയുന്നത് എന്താണ്? 3 ആണ് അല്ലേ? n എന്ന് പറയുന്നത് തേർഡ് ടേം ആണ്. അപ്പോൾ ആ 3 ആണ് ഇവിടെ എടുക്കേണ്ടത്. സോ 3 - 1 × d = 12 എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ a പ്ലസ് ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ എന്താണ്? 2d = 12. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ തേർഡ് ടേം എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വേഗത്തിൽ പറയാൻ പറ്റുമല്ലോ. ഇതിൻ്റെ നമ്മുടെ ജനറൽ ഫോർമുല വെച്ചിട്ട് നമുക്ക് പറയാമല്ലോ. തേർഡ് ടേം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? a + 2d ആയിരിക്കും വരിക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി പോയപ്പോൾ a + 2d തന്നെയല്ലേ കിട്ടിയത്? അതായത് തേർഡ് ടേം ആണെങ്കിൽ ഇവിടെ എന്താണ്? 1 കുറവായിരിക്കും അല്ലേ? അതാണ് n - 1 എന്ന് പറയുക. സോ a + 2d = 12. ഇതിന് നമുക്ക് എന്ത് ചെയ്യുക? നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് വെക്കുക. നമുക്ക് 29th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇനി നമുക്ക് മറ്റൊരു ക്ലൂ തന്നെ എന്താണ്? ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ലാസ്റ്റ് ടേം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ 106 ആണല്ലോ. ഈ ലാസ്റ്റ് ടേം മീൻസ് വാട്ട്? ദിസ് എ പി കൺസിസ്റ്റ് ഓഫ് 50 ടേംസ് ആണ് അല്ലേ? 50 ടേംസ് ആണ് ഇതിനകത്തുള്ളത്. സോ 50 ടേംസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ടേം 106 എന്ന് പറയുമ്പോൾ 106 എന്താണ്? 50th ടേം തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് മുകളിൽ എന്താണോ ചെയ്തത് സെയിം ഇക്വേഷൻ തന്നെ എടുക്കുക. nth ടേം കാണാനുള്ള ഫോർമുല an = a + n - 1 × d. സോ a + n - 1 × d = 106 ആണ് നമുക്കറിയാം. അപ്പോൾ n എന്ന് പറയുന്നത് ആരാണ്? ഇത് എത്രാമത്തെ ടേമാണ്? 50th ടേം അല്ലേ? സോ a + 50 - 1 × d = 106. ക്ലിയർ ആയല്ലോ? സോ a + 50 - 1 എത്രയാണ്? 49. d = 106, റൈറ്റ്? സോ നമുക്ക് എത്രയാണ്? 2 ഇക്വേഷൻ കിട്ടിയല്ലേ? ഒരെണ്ണം ഇവിടെ എന്താ കിട്ടിയത്? a + 2d = 12 എന്ന് ഫസ്റ്റ് കണ്ടീഷനിൽ വന്നപ്പോൾ നമുക്കത് കിട്ടി. ഇനി സെക്കൻഡിൽ എന്താ കിട്ടിയത്? a + 49 d = 106. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഇക്വേഷനും കൂടെ ഒന്ന് സോൾവ് ചെയ്യാം. കണ്ടോ, സോൾവ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അതിനെടുത്ത് എഴുതി a + 2d = 12 ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ ഏതായിരുന്നു? a + 49d = 106 എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വേണം? ഇവിടെ a എന്നുള്ള കോഫിഷ്യൻ്റ്, എയുടെ കോഫിഷ്യൻ്റ് നോക്കിയാൽ 1 ആണല്ലോ. ഒന്നുമില്ലെങ്കിൽ എന്താണ്? 1 ആണെന്നാണ് അർത്ഥം. പിന്നെ ഇവിടെ ഡിക്കോ 2ഉം 49 ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിനെ ഒന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 ഇടും. കണ്ടോ, ഇത് പോസിറ്റീവ് a, ഇതും പോസിറ്റീവ് a ആയിരുന്നു. അങ്ങനെയല്ലേ നമുക്ക് കിട്ടിയത്? കണ്ടോ, a + 49 എന്നായിരുന്നു. മറ്റേടത്ത് കിട്ടിയത് എന്തായിരുന്നു? a + 2d ആയിരുന്നു. അപ്പം നമുക്ക് ഇതിനെ എലിമിനേറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം പോസിറ്റീവും ആയിരിക്കണം, ഒരെണ്ണം നെഗറ്റീവും ആയിരിക്കണം. അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഈ ഇക്വേഷനായിട്ട് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. സോ സബ്ട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിൻ്റെയും സൈൻ മാറ്റി കൊടുക്കണം. കണ്ടോ, 106 എന്നായിരുന്നു, അതിന് നമ്മൾ എന്ത് ചെയ്തു? നെഗറ്റീവ് സൈനാക്കി. അപ്പോൾ നമ്മൾ മാറ്റുന്നതിനൊക്കെ ബ്രാക്കറ്റിൽ ഇടുക കേട്ടോ. ഇവിടെ +49 ആയിരുന്നതിന് നമ്മൾ എന്ത് ചെയ്തു? നെഗറ്റീവ് ആക്കി. a പോസിറ്റീവാണ് ഇവിടെ, അതിനെയും മൈനസ് ആക്കി. അപ്പോൾ ഇവിടെ പോസിറ്റീവ് എയും ഇവിടെ നെഗറ്റീവ് എയും വന്നാൽ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ക്ലിയർ?
ഇനി നോക്കിയേ 106 നിന്ന് 12 പോയാൽ നമുക്ക് എന്ത് കിട്ടും? 94 ആണ്. പക്ഷേ ഇതിൻ്റെ മുന്നിൽ ഒരു മൈനസ് സൈൻ ഉണ്ട്. എവിടെ നിന്നാണ് മൈനസ് സൈൻ വന്നേ? 12ഉം 106ഉം. ഈ 106ൻ്റെ 12ഉം 106 ഇതിനകത്ത് ഏതാണ് ഗ്രേറ്റർ നമ്പർ? 106 ആണ്. 106ൻ്റെ മുന്നിൽ ആരുണ്ട്? മൈനസ്. സോ ആൻസറിൽ നമ്മൾ എന്ത് കൊടുക്കുക? മൈനസ് കൊടുക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് വരുമ്പോൾ എന്താണ്? ഇത് പോസിറ്റീവ് 2Dയും ഇവിടെ നെഗറ്റീവ് 49ഉം ആണ് അല്ലേ. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് കൂടെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. സോ 49 മൈനസ് 2 ചെയ്താൽ എത്രയാണ്? 47. പക്ഷേ ഇവിടെ എങ്ങനെയാണ് മൈനസ് വന്നേ? കണ്ടോ, 49ൻ്റെ മുന്നിൽ ആരായിരുന്നു? മൈനസ് ആയിരുന്നു. സോ മൈനസ്. ക്ലിയർ ആയല്ലോ അത്രയും. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? കണ്ടോ, ഡി ഈക്വൽ ടു എന്ത് ചെയ്യണം? ഈ നെഗറ്റീവ് 94 എടുത്തെഴുതി. ഇത് നെഗറ്റീവ് 47 ഇൻറ്റു ഡി എന്നാണ് മീനിങ്. സോ ഈ നെഗറ്റീവ് 47 ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്തായി? ഇത് 47 ഇൻറ്റു ഡി എന്നല്ലേ. അപ്പോൾ ഇൻറ്റു ഇപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്തു ഈക്വൽസ് അതിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതെന്തായിട്ട് മാറും? ഡിവിഷനായിട്ട് വരും. സോ 97 ഡിവൈഡഡ് ബൈ 47. ഈ 97 94 എത്ര ടൈംസ് പോകും? 2 ടൈംസ് അല്ലേ പോവുക. അപ്പോൾ ഡി ഈക്വൽ ടു എത്ര കിട്ടും? നമുക്ക് 2 കിട്ടും. ക്ലിയർ ആയോ? അത് ഉണ്ടോ? ഈ 47 94 2 ടൈംസ് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ കിട്ടിയത്? ഡി ആണ് കിട്ടിയത്. നമ്മൾ ഡിഫറൻസ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടെത്തി. അപ്പോൾ ഡിഫറൻസ് നമുക്ക് ഡി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡി വെച്ചുകൊണ്ട് നമ്മൾക്ക് ആരെയും കൂടെ കണ്ടെത്താനായിട്ടുണ്ട്? എ കണ്ടെത്തണം അല്ലേ. നമുക്ക് ഫസ്റ്റ് ടേം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഡിക്ക് കിട്ടിയ വാല്യൂ നമുക്ക് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. കണ്ടോ, put the value of d in equation 1. So equation 1 എന്തായിരുന്നു? a plus 2d equal to 12 ആയിരുന്നു equation 1, റൈറ്റ്. അപ്പോൾ a plus 2 ഇൻറ്റു ഡിയുടെ സ്ഥാനത്ത് നമ്മുടെ ഡിയുടെ വാല്യൂ എന്തായിരുന്നു? 2 ആയിരുന്നു, ഈക്വൽ ടു 12. സോ a plus 2 2s are 4 equal to 12. ക്ലിയർ? ദെൻ a ഈക്വൽ ടു ഈ 12 എഴുതി. ഈ പ്ലസ് 4 ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്തായി? -4 ആയിട്ട് മാറി അല്ലേ. അപ്പോൾ 12 - 4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 8. അപ്പോൾ നമ്മൾ എയും കണ്ടെത്തി. കണ്ടോ, എ ഈക്വൽ ടു 8. അപ്പോൾ എയും ഉണ്ട്, നമുക്ക് ആരും ഉണ്ട് ഇവിടെ? ഡിയും ഉണ്ട് അല്ലേ. എ എന്ന് പറയുന്നത് 28ഉം ഡി എന്ന് പറയുന്നത് 2ഉമാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ, therefore the 29th term of the AP, നമ്മൾ 29th term ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ സെയിം ഫോമുല തന്നെ അപ്ലൈ ചെയ്യാമല്ലോ. എ എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ. എ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എന്തായിരുന്നു കിട്ടിയത് നമുക്ക്? 8 പ്ലസ് 29th ടേം ആണ്. സോ എൻ എന്ന് പറയുന്നത് 29 ആണ്. 29 മൈനസ് 1 ഇൻറ്റു ഡി. ഡി എത്രയാണ്? 2 ആണ്. അപ്പോൾ നോക്കിയാൽ 8 പ്ലസ് 29 മൈനസ് 1 28 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 2 ആണ്. സോ 8 പ്ലസ് ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 56 കിട്ടി. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 64ഉം കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 29th ടേം ഈക്വൽ ടു 64. കണ്ടോ, അപ്പോൾ 29th ടേം നമുക്ക് കണ്ടെത്തി എന്താണ്? 64. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും തന്നിട്ടുണ്ടാകുക. അപ്പോൾ ആ ഒരു ഇത് വെച്ചുകൊണ്ട് തേർഡ് ടേം വെച്ചുകൊണ്ട് നമ്മുടെ എൻ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡിയുടെ ഫോമിലേക്ക് ഓർത്ത് വെച്ചുകൊണ്ട് നമ്മൾ 2 ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. ആ 2 ഇക്വേഷനും കൂടെ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡി കിട്ടി. ആ ഡി എന്നുള്ളത് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഏതെങ്കിലും ഒരു ഇക്വേഷൻ. ഞാനിവിടെ ഇക്വേഷൻ 1 ആണ് എടുത്തിട്ടുള്ളത്. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എയുടെ വാല്യൂ 8ഉം കിട്ടി. ഇനിയിപ്പോൾ എ പി കണ്ടെത്താനായിട്ട് ഈസി അല്ലേ. നമ്മുടെ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്നുള്ള ഫോമുലയിൽ എയുടെ വാല്യൂയും ഡിയുടെ വാല്യൂയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്താണ്? 29th ടേമിനെ കാണാനായിട്ടുള്ളത്. ക്ലിയർ? സോ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. 9th 1 ആണ്. സോ 9th 1ൻ്റെ എന്താ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. So 9th one കേട്ടോ. If the third and the 9th terms of an AP are 4 and -8. കണ്ടോ, തേർഡ് ടേമും 9th ടേമും ഒരു എ പിയുടെ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൽ വരുന്ന തേർഡ് ടേമും 9th ടേമും എന്തൊക്കെയാണ്? തേർഡ് എന്ന് 4th, 9th ടേമോ -8ഉം ആണ് അല്ല. അങ്ങനെയാണെങ്കിൽ വിച്ച് ടേം ഓഫ് ദിസ് എ പി ഈസ് 0? അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ടേം ആയിരിക്കും? ഇങ്ങനെ നിരന്ന് പോകുന്നതിൽ ഏതോ ഒരു ടേം എന്താണ്? 0 ആകും. അത് ഏത് ടേം എന്നാണ് നമ്മളോട് ചോദ്യം. ഓക്കെ, നമുക്കത് ചെയ്യാം. അപ്പോൾ തേർഡ് ടേം എന്താ തന്നിട്ടുള്ളത്? 4 ആണ്. 9th ടേം എന്താ തന്നിട്ടുള്ളത്? -8 ആണ്. സോ നമ്മൾ ഇതിൽ പിടിച്ചു വേണം
കയറി നല്ലൊരു ആൻസർ നമുക്കിതിനെ കണ്ടെത്താനായിട്ട്. ഓക്കെ ആണല്ലോ? തന്നിരിക്കുന്നതിൽ പിടിച്ചു കയറുക. ഓക്കെ, നമുക്ക് നോക്കാം. ദ തേർഡ് ടേം ഈക്വൽ ടു എന്താ തന്നിട്ടുള്ളത്? 4 ആണ്. നമുക്ക് nth ടേം കാണാനുള്ള ഫോർമുല എന്താണ്? an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ്. സോ നമുക്ക് a ഒന്നും അറിയാത്തതുകൊണ്ട് a പ്ലസ് n അറിയാം അല്ലേ? 3 ആണ്. സോ 3 മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു 4. ക്ലിയർ ആയല്ലോ? ഇനി എന്താ ചെയ്യുക നോക്കിയേ, a പ്ലസ് 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു d. അപ്പോൾ a പ്ലസ് 2d ഈക്വൽ ടു 4. ദിസ് ഈസ് അവർ ഫസ്റ്റ് ഈക്വേഷൻ. ഇനി നമുക്ക് എന്താണ് നമുക്ക് തന്നിട്ടുള്ള 9th ടേം നെഗറ്റീവ് 8 ആണ്. ഇവിടെയും ഈ സെയിം ഫോർമുല അപ്ലൈ ചെയ്യുക അല്ലേ? an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. സോ a പ്ലസ് n എന്ന് പറയുന്ന ആരാണ്? 9 ആണ്. 9 മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു നെഗറ്റീവ് 8. ക്ലിയർ ആയല്ലോ? ഇനിയോ a പ്ലസ് 9 മൈനസ് 1 എന്ന് പറയുമ്പോൾ എത്രയാ? 8d ഈക്വൽ ടു നെഗറ്റീവ് 8. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യത്തെ സമ്മിൽ കിട്ടിയതുപോലെ തന്നെ 2 ഇക്വേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് എന്താണ്? a പ്ലസ് 2d ഈക്വൽ ടു 4 ഇസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. ആൻഡ് രണ്ടാമത്തെ ഇക്വേഷൻ എവിടെയാണ്? a പ്ലസ് 8 ഈക്വൽ ടു നെഗറ്റീവ് 8. നമുക്കിതിനെ സോൾവ് ചെയ്തെടുക്കണം. ഓക്കെ, a പ്ലസ് 2d ഈക്വൽ ടു 4 എഴുതി. ദെൻ a പ്ലസ് 8d ഈക്വൽ ടു നെഗറ്റീവ് 8 എഴുതി. ഇവിടെയും നമുക്ക് എന്താണ് ഇതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ താഴെയുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും സൈൻസ് ചേഞ്ച് ചെയ്യും. കണ്ടോ? ഇവിടെ നെഗറ്റീവ് 8 ആയിരുന്നത് എന്തായിട്ട് മാറി? പോസിറ്റീവ് 8 ആയിട്ട് മാറി. ഇവിടെയോ പോസിറ്റീവ് 8 എന്നുള്ളത് എന്തായിട്ട് മാറി? നെഗറ്റീവായിട്ട് മാറി. പോസിറ്റീവ് എന്നുള്ളത് നെഗറ്റീവായി. അപ്പോൾ നമുക്കിതിനെ സബ്ട്രാക്ട് ചെയ്യാം. നോക്കിയേ, ഇവിടെ 4ഉം ഇവിടെ പ്ലസ് 8ഉം ആയി അല്ലേ? സോ 12 കിട്ടി നമുക്കിവിടെ. ഇനിയോ ഇവിടെ നെഗറ്റീവ് 8ഉം 2d ആയിരുന്നു. സോ 8 മൈനസ് 2 എന്ത് കിട്ടി? 60. ഇവിടെ ആര് വരും? മൈനസ് വരും. എന്തുകൊണ്ടാണ്? ഇതിൽ വലിയ നമ്പർ ആരാ? 8 ആണ്. 8ൻ്റെ മുന്നിൽ ആരാ ഉള്ളത്? മൈനസ് ആണ്. ഇനിയോ ഇത് പോസിറ്റീവാണ്. ഇത് പോസിറ്റീവ് എയും ഇത് നെഗറ്റീവ് എയാണ്. സോ ഇത് ക്യാൻസൽഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? നെഗറ്റീവ് 60 ഈക്വൽ ടു 12 ആണ്. Therefore d ഈക്വൽ ടു വാട്ട്? നെഗറ്റീവ് 6. d എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 6 ഇൻറ്റു d എന്നാണ്. അപ്പോൾ ഇതിനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഇൻറ്റുനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അതെന്തായി? ഡിവിഷനായിട്ട് മാറി. സോ 12 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 6. 6 ഇത് എത്ര ടൈംസ് പോയി? 2 ടൈംസ്. ബട്ട് നെഗറ്റീവ് 2 ആയിരിക്കും ആൻസർ. ഓക്കെ, കാരണം നെഗറ്റീവ് ഇവിടെ ഉണ്ടല്ലോ. ഇനി നോക്കിയേ, d നമുക്ക് അങ്ങനെ കിട്ടി. എന്താണ് കിട്ടിയത്? d നെഗറ്റീവ് 2 ആണ് കിട്ടിയത്. ഓക്കെ, ഇനി ഈ d ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വാല്യൂ a കണ്ടെത്തുക. ക്ലിയർ? നമുക്ക് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് d ഇൻ ഇക്വേഷൻ 1. അപ്പോൾ ഇക്വേഷൻ 1 ഇവിടെ എടുത്തെഴുതി. a പ്ലസ് 2d ഈക്വൽ ടു 4. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ നമുക്കിപ്പോൾ d കണ്ടുപിടിച്ചല്ലോ, നെഗറ്റീവ് 2. അപ്പോൾ ഡിയുടെ സ്ഥാനത്ത് നെഗറ്റീവ് 2 ഇട്ട് കൊടുത്തുകൊണ്ടോ a പ്ലസ് 2 ഇൻറ്റു നെഗറ്റീവ് 2 ഈക്വൽ ടു 4. സോ വി ഗോട്ട് വാട്ട്? a പ്ലസ് പോസിറ്റീവ് 2 ഇൻറ്റു നെഗറ്റീവ് 2 എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് 4 ആയിരിക്കും വരിക. കണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് ബ്രാക്കറ്റിലിട്ട് കേട്ടോ ഈക്വൽ ടു 4 കിട്ടി. ഇനിയോ a ഈക്വൽ ടു ഈ 4 എഴുതി. ഈ മൈനസ് 4 ഈക്വൽ സൈൻ ഇപ്പുറേക്ക് പോകുമ്പോൾ എന്തായി? പോസിറ്റീവ് 4 ആയി. ഈക്വൽ സൈൻ അപ്പുറേക്കും ഇപ്പുറേക്കോ പോകുന്നതിന് നമ്മൾ എന്ത് പറയും? ട്രാൻസ്പോസ് ചെയ്യുക അല്ലേ? ഇനി a ഈക്വൽ ടു എന്ത് കിട്ടി? 8. അങ്ങനെ നമുക്ക് ഡിയും കണ്ടുപിടിച്ചു, എയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലെറ്റ് ദ nth ടേം ഓഫ് ദ എ പി ബി 0. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? nth ടേം ഏതോ ഒരു ടേമിൽ എന്താണ് എ പി 0 ആവുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദെൻ നമ്മുടെ ഫോർമുല എന്താണ്? an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. അപ്പോൾ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു 0 കൊടുത്തു. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? നമ്മുടെ വിച്ച് ടേം ഓഫ് എ പി ഈസ് 0 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പോകുന്ന ടേമിൽ ഏതോ ഒരെണ്ണം 0 ആവും. അത് എത്രാമത്തെ ടേം ആണെന്നാണ്. അപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല ഇത് തന്നെയല്ലേ? an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. സോ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു 0. നമ്മൾ മുന്നേയൊക്കെ ചെയ്ത അങ്ങനെ തന്നെയല്ലേ? അതേപോലെ തന്നെ ഇവിടെയും കൊടുക്കുക. ഇനിയോ a കണ്ടെത്തി. 8 പ്ലസ് n മൈനസ് 1 നമുക്ക് അറിയില്ല അല്ലേ? കാരണം എന്ത് ടേമാണ് നമ്മൾ കാണാൻ പോണേ? നമുക്ക് അറിയില്ല. സോ n മൈനസ് 1 ഇൻറ്റു d എത്രയാണോ? നെഗറ്റീവ് 2 ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിനി എന്തെഴുതാം? ഇത് ഈ ഡിജിറ്റിനെ നമുക്ക് ഇപ്പറേക്ക് കൊണ്ടുപോകാം. സോ ബാക്കി എന്താ ഉള്ളത്? n മൈനസ് 1 ഇൻറ്റു നെഗറ്റീവ് 2 ആണുള്ളത്. സോ ഈക്വൽ ടു ഈ 0 എഴുതി. ഇതിനെ ഇപ്പറേക്ക് കൊണ്ടുപോയപ്പോൾ എന്തായി? മൈനസ് 8 ആയി. ക്ലിയർ ആയില്ലേ? സോ n മൈനസ് 1 ഇൻറ്റു നെഗറ്റീവ് 2 ഈക്വൽ ടു
ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ എന്താ -8 തന്നെയാണ്. സോ n-1 ഈക്വൽ ടു ഈ 8 ഈ -2നെ ഇപ്പുറേക്ക് കൊണ്ടുപോയി കണ്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -8/-2. ഇത് ഇൻറ്റു അല്ലേ, അപ്പോൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്തായി? ഡിവിഷനായി. സോ ഇത് രണ്ടും കട്ടായി. ബാക്കി എന്താ? 2 ഇതിൽ എത്ര ടൈംസ് പോയി? 4 ടൈംസ് പോയി. ക്ലിയർ? ഇനി എന്താണ്? n-1 ഈക്വൽ ടു 4 ആണ് നമുക്ക് കിട്ടിയത് കണ്ടോ. ഈ 4 ആണ്. n-1 ഈക്വൽ ടു ഇത് കട്ട് ചെയ്ത് 4. സോ 4 കിട്ടി. ഇനിയോ n ഈക്വൽ ടു ഈ 4നെ എടുത്തെഴുതുക. ഈ -1 ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്തായി? +1 ഈക്വൽ ടു 5. അപ്പോൾ 0 എന്ന് പറയുന്ന ടേം എത്രാമത്തെ ടേമാണ്? 5ാമത്തെ ടേം ആയിരിക്കും. ക്ലിയർ ആയല്ലോ? കണ്ടോ. ഹെൻസ് ദ 5th ടേം ഓഫ് ദ AP ഈസ് 0. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 0 ഇതിൽ എത്രാമത്തെ ടേം ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എത്രാമത്തെ ടേം എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ. അപ്പോൾ അത് എത്രാമത്തെയാണ്? 0 എന്ന് പറഞ്ഞാൽ 5th ടേം ആയിരിക്കും ഇത്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? ഇതൊന്നും നല്ലപോലെ ഇതൊന്ന് ശ്രദ്ധിച്ച് കാണാം കേട്ടോ. അതുമല്ല ഇതിൻ്റെ മുന്നത്തുള്ള അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കാണുക. എങ്കിൽ മാത്രമേ ഇത് ആദ്യമായിട്ട് കാണുന്ന കുട്ടിക്ക് ഇതെന്താണ് N അല്ലെങ്കിൽ എന്താണ് D എന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ. സോ അതിലൊക്കെ വ്യക്തമായിട്ട് ഇൻട്രൊഡക്ഷൻ വീഡിയോയിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ഇനി അടുത്തത് 10th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 10th ക്വസ്റ്റ്യൻ നോക്കിയാൽ the 17th term of an AP exceeds its 10th term by 7. കണ്ടോ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കിയേ. 17th term of an AP, അതായത് ഒരു AP-യിൽ 17th term എങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? എക്സീഡ്സ് ഇറ്റ്സ് 10th term by 7 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 10th ടേമിനേക്കാളും ഒരു 7 കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ക്വസ്റ്റ്യനിൽ കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ 10th വൺ. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് മനസ്സിലായല്ലോ അല്ലേ. 17th term of an AP exceeds 10th term by 7 എന്നാണ് പറയുന്നത്. എക്സീഡ്സ് 10th term by 7. അപ്പോൾ നമുക്ക് 17th term നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ നോക്കാൻ പോണേ എന്താ പറയുക, എന്താണ് ഫോർമുല അല്ലേ 9th ടേമിൻ്റെ. അതെന്താണ്? AN ഈക്വൽ ടു A + n-1 × D തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? ATQ എന്ന് പറഞ്ഞാൽ എന്താ? അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ A17 നമുക്ക് എന്താ തന്നിട്ടുള്ളത്? A17 എങ്ങനെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? എക്സീഡ്സ് ഇറ്റ്സ് 10th term by 7 എന്നാണ്. അപ്പോൾ 10th ടേമിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? A10 എന്നല്ലേ. അതിനേക്കാളും എന്താണ്? 7 അങ്ങോട്ട് എക്സീഡ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. സോ +7. ഓക്കെ, സോ നമ്മുടെ 17th term എങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 10th term എക്സീഡ്സ് 7 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ എഴുതും നമ്മൾ? A17 ഈക്വൽ ടു A10 + 7. ക്ലിയർ ആയല്ലോ? ഇനി നോക്കിയേ A17 നമ്മൾ എങ്ങനെ എഴുതും? A + 17 - 1 × D. ഇതെന്താ നമ്മുടെ ഫോർമുല? A + n-1 × D. ഇത് മുകളിൽ ഇവിടെ എഴുതി വെച്ചിട്ടില്ലേ. സോ n എന്ന് പറയുന്ന ആരാണ് ഇവിടെ? 17 ആണല്ലേ. സോ 17 - 1 × D. ഇനി ഈക്വൽ ഇട്ട് A10 എന്ന് പറയുന്നത് എന്തായിരിക്കും? A + 10 - 1, അതായത് A + n-1 × Dക്ക് പകരം A + n-ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? 10 - 1 × D. അതാണ് A10 ആണ് ഇത്രയും വരെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എക്സീഡ് ചെയ്യുന്ന +7. ക്ലിയർ ആയല്ലോ അല്ലേ. അതായത് എന്താണ്? A17 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? AN ഈക്വൽ ടു A + n-1 × D ആണ്. n എന്ന് പറയുന്നത് 17 ആയതുകൊണ്ട് ഇങ്ങനെ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് എഴുതിയതേ ഉള്ളൂ. A + 17 - 1 × D ഈക്വൽ ടു A10നെ എങ്ങനെ എഴുതിയത്? A + 10 - 1 × D ഈ +7, അതായത് എക്സീഡ് ചെയ്യുന്ന +7 ഇവിടെ കൊടുക്കാം. ഇനി നോക്ക്, A + 17 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16D ഈക്വൽ ടു A + 10 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9D അല്ലേ. 9 × 10 - 1 9 ആണ്. 9 × D 9D + ഈ 7. ഓക്കെ ആണല്ലോ. ഇവിടെയും അങ്ങനെ തന്നെയാണ് കേട്ടോ. 17 - 1 16, 16 × D എന്താണ്? 16D. ഓക്കെ, ഇനി നമുക്ക് നോക്കിയാൽ ഇതും ഇവിടെയും ഒരു A ഉണ്ട്, ഇവിടെയും ഒരു A ഉണ്ട്. നമുക്കത് കട്ട് ചെയ്ത് കളയാമല്ലോ. ഈക്വൽ സൈഡിൻ്റെ അപ്പുറത്ത് ഒരേപോലത്തെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കട്ട് ചെയ്യാം. ഇനി 16D ഈക്വൽ ടു ബാക്കി എന്താ ഉള്ളത്? നമുക്ക് 16D ഈക്വൽ ടു 9D + 7 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ 16D ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ 9Dനെ ഇപ്പുറേക്ക് കൊണ്ടുവരാം. ഇവിടെ എന്താണ്? 9Dയുടെ മുമ്പിൽ +ആണ്. സോ ഈക്വലിൻ്റെ ഇപ്പുറേക്ക് വരുമ്പോൾ 9D എന്തായി? -ആയി. കണ്ടോ? -9D ഈക്വൽ ടു, ഇനി ഈക്വൽ ഇട്ട് ബാക്കി ഈ ഡിജിറ്റായിട്ടുള്ള 7 ഉണ്ട്. ഓക്കെ,
ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7D ഈക്വൽ ടു ഈ 7. ദർഫോർ ഡി ഈക്വൽ ടു വാട്ട്? 7/7. എത്ര കിട്ടി? 1. അപ്പോൾ ഡി അല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കോമൺ ഡിഫറൻസ്. സോ നമുക്ക് എഴുതിക്കൂടെ? ഹെൻസ് ദ സി ഡി ഈക്വൽ ടു 1. നല്ല എളുപ്പമല്ലേ ക്വസ്റ്റ്യൻ കേട്ടോ? അത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. അധികം ഒന്നും ടെൻഷൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. കുറച്ച് ശ്രദ്ധാപൂർവ്വം ചെയ്താൽ മാത്രം മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്.